ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ കൃപയാൽ AFUBC നടത്തി വരുന്ന ദൈവവചന പ്രഭാഷണ പരമ്പരയിലൂടെ സന്ധിപ്പാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവചനങ്ങളെ അറിയിക്കുകയാണ്. പലപ്പോഴും മനുഷ്യന്റെ ജീവിതത്തിൽ അടിക്കടി ഉണ്ടാകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നിരാശനായിക്കൊണ്ട് നിരാശയുടെ വാക്കുകൾ മാത്രം പറയുവാനായി ഉത്സാഹിക്കുമ്പോൾ ദൈവവചനം പറയുന്നത് നീ പ്രത്യാശയുടെ വാക്കുകൾ പറയണം. കാരണം ഈ വിശ്വാസത്താൽ എന്ത് കൽപ്പിച്ചാലും അത് സംഭവിക്കുമെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. യെശയ്യാപ്രവചനം 57 അധ്യായം 19 വാക്യം വായിക്കുമ്പോൾ ഞാൻ അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വാക്യം കഴിയും. അപ്പൊ ദൈവം അധരങ്ങളുടെ ഫലം സൃഷ്ടിക്കുന്ന ദൈവമാണ്. തന്നൊരു വാക്ക് പുറപ്പെടുവിച്ചാൽ ആ വാക്കിന്റെ പൂർത്തീകരണം കാണുവാനായി ബന്ധപ്പെടുന്ന ദൈവത്തെയാണ് നാം വചനത്തിൽ ഉടനീളം കാണുന്നത്. ഭക്തന്മാരുടെ ജീവിതത്തിൽ കൊടുത്തതായ വാഗ്ദത്തങ്ങൾ ഓരോന്നോരോന്നായി സമയാസമയങ്ങളിൽ നിറവേറ്റിയതിന്റെ അനേക അനുഭവപാഠങ്ങൾ വചനത്തിലുടനീളം ദർശിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിന് ശേഷമുള്ള ചരിത്രമെടുത്ത് പഠിച്ചു നോക്കിയാൽ ഒരുപാട് ഭക്തന്മാരുടെ ജീവിതത്തിൽ ദൈവം അവരോട് സംസാരിച്ച ഓരോ വചനങ്ങളും അവരുടെ ജീവിതത്തിൽ നിറവേറി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുക, ദൈവം നമ്പരാൻ പറഞ്ഞ വാക്ക് നമുക്ക് മാറ്റമില്ല. നിന്നെ അനുഗ്രഹിക്കാമെന്നും ഉയർത്താമെന്നും ഒക്കെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ചെയ്യേണ്ടതായിത്തീരും. ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് നീയും വിശ്വാസം ഏറ്റു പറയേണ്ടത്. എന്റെ രോഗം മാറും, ഈ കടഭാരങ്ങൾ തീരും, എനിക്ക് നല്ലൊരു ഭവനം ഉണ്ടാകും, നല്ല ജോലി ഉണ്ടാകും, എന്റെ ബിസിനസ് മെച്ചപ്പെടും, എന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, എന്റെ വിവാഹം നടക്കും, ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി കാണുന്ന ഏതൊരു സാഹചര്യം ഉണ്ടെങ്കിലും ദൈവത്തിൽ വിശ്വസിച്ച് പറയണം, അതിൽ ഞാൻ പോസിറ്റീവായിട്ടുള്ള ഓരോ നന്മ, ഉയർച്ച, വിടുതൽ പ്രാപിക്കും എന്ന് പറയട്ടെ. വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. മനസ്സ് മടുപ്പിക്കുന്ന എത്രമാത്രം അനുഭവങ്ങൾ ചുറ്റുപാടുണ്ടായാലും നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മുഖത്തുമാണ്. നിന്റെ ഇന്നത്തെ അവസ്ഥ എന്തുമാകട്ടെ, സാഹചര്യങ്ങൾ ഏതുമാകട്ടെ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വിശ്വാസത്തിനനുസൃതമായി കർത്താവിന്റെ പ്രവൃത്തി കാണുവാൻ കഴിയുമെന്ന്, നന്മ അനുഭവിക്കാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ നിമിഷം ദൂത് കൈമാറുന്നു. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. പരാജയത്തിന്റെ വാക്കുകൾ പറയരുത്, നിരാശയുടെ വാക്കുകൾ പറയരുത്, ഭയത്തിന്റെ വാക്കുകൾ പറയരുത്. മറിച്ച് പ്രത്യാശയുടെ വാക്കുകൾ, വിശ്വാസം പറ. ദൈവം എന്നെ അനുഗ്രഹിക്കും. എന്റെ ജീവിതത്തിൽ നീ അലട്ടുന്ന ഒരു വിഷയത്തിൽ നീ ഭാരപ്പെടുന്നെങ്കിൽ, ഒരു വിടുതലിന് വേണ്ടി നീ ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് ചേർന്നു. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന ഈ വ്യക്തിയെ ഞാൻ സന്നിധിയിലേക്ക് ഭാരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവൾ നേരിടുന്ന വിഷയങ്ങളുമേൽ കർത്താവേ ഇവരെ വിടുവിക്കുമാറാകണമേ. എൻ്റെ കുടുംബത്തിലെ വിഷയങ്ങളും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. എൻ്റെ തൊഴിൽശാലയിലെ വിഷയത്തിലും കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. കർത്താവ് ഏതൊരു പ്രതിസന്ധിയുമായി ഏറ്റുമുട്ടുന്നോ അതിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തി ഇവിടെ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. വൈദ്യശാസ്ത്രമോ ഒരുപക്ഷെ എതിരായിട്ടുള്ള രേഖ ഇവിടെ എഴുതിയിട്ടുണ്ടായിരിക്കാം. സർക്കാർ സ്ഥാപനങ്ങളിൽ ലഭിക്കേണ്ട ഒരു രേഖ കിട്ടാൻ കഴിയാതെ ഭാരപ്പെടുന്ന വ്യക്തിയായിരിക്കാം. അതിന് കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമേ. നഷ്ടപ്പെട്ട നന്മകളെ മടക്കി ജനത്തെ ആദരിക്കുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. അധികാരത്താൽ ഈ സമൂഹത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെ നാമത്തിലടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിച്ചുമാക്കണമേ. സമാധാനവും സന്തോഷവും ഐശ്വര്യവും അഭിവൃദ്ധിയും പ്രാർത്ഥന കർത്താവ് കൃപചെയ്യുമ്പോഴാണ് പ്രാർത്ഥിക്കുന്നത്. വലിയ കൃപയ്ക്കായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ക്ഷമയോടെ സന്ദേശം ശ്രമിച്ച് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമ്പോഴാകട്ടെ. മാത്രമല്ല, നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന, വിടുവിക്കുന്ന, വിശ്വാസ ജീവിതത്തിന് കരുത്ത് നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ യൂട്യൂബിൽ AFUBC ചാനൽ എന്ന മാധ്യമത്തിലൂടെ കാണുവാൻ കഴിയും.
നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ഞങ്ങൾക്ക് അയച്ചു തരുന്നെങ്കിൽ AFUPC വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഞങ്ങൾ നിങ്ങൾക്ക് ദൈവസന്ദേശങ്ങൾ അയച്ചു തരുകയായിത്തീരും. AFUPC ഇന്ത്യ എന്ന് പറയുന്ന ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് വചനങ്ങൾ വായിക്കാൻ കഴിയും. നിങ്ങളുടെ സഹകരണങ്ങളെ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ കാര്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ മിനിസ്ട്രിയോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.